പ്രൈസ് ദി ലോർഡ്. കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന്റെ 2000 വർഷം ആഘോഷിക്കാൻ ജോർദാൻ ഒരുങ്ങുന്നു. കൊളംബിയയിലെ ഭൂകമ്പം അനുശോചനവും പ്രാർത്ഥനകളുമായി മാർപ്പാപ്പ. 2027 സമാധാന ദിന സന്ദേശം പ്രസിദ്ധീകരിച്ചു. FCRA സർക്കാരുമായി ചർച്ചകൾ തുടരും CBCA. അറിവില്ലായ്മയിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ബൈബിൾ സന്ദേശം മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനത്തിന്റെ 2000 വർഷം ആഘോഷിക്കാൻ വിപുലമായ ഒരുക്കങ്ങളുമായി ജോർദാൻ. യേശുവിന്റെ മാമോദീസായുടെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സമിതി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിൻ പ്രകാരം ആദ്യത്തെ യോഗം കഴിഞ്ഞ ആഴ്ചയിൽ ചേർന്നു. സർക്കാരിലെ വിവിധ ഉദ്യോഗസ്ഥരെയും മന്ത്രിമാരെയും കൂടാതെ വിവിധ സഭാ സമൂഹങ്ങളിലെ മതമേലധ്യക്ഷന്മാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. 2030 യേശുവിന്റെ ജ്ഞാനസ്നാനത്തിന്റെ 2000 വർഷം ആഘോഷിക്കുന്നത്. 250 പേർ കൊല്ലപ്പെടുകയും 2700 പേരെ കാണാതാവുകയും ചെയ്തിരിക്കുന്ന കൊളംബിയയിലെ ഭൂകമ്പത്തിൽ ലയോ 14 പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. മരണമടഞ്ഞവരുടെ നിത്യവിശ്രമത്തിനായും ദുരിതമനുഭവിക്കുന്നവർ എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിനായും പാപ്പ പ്രാർത്ഥിച്ചു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി കൊളംബിയൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റിന് അയച്ച ടെലഗ്രാം സന്ദേശത്തിലാണ് പാപ്പ അനുശോചനം രേഖപ്പെടുത്തിയത്. 2027 ആഗോള സമാധാന ദിന സന്ദേശത്തിന്റെ വിഷയം പ്രസിദ്ധീകരിച്ചു. സാങ്കേതിക വിദ്യയെ നിരായുധീകരിക്കുക, സമാധാനത്തെ സേവിക്കുക, രാഷ്ട്രീയം ഒരു മുൻകരുതൽ ഉത്തരവാദിത്വം എന്നതാണ് സമാധാന ദിന സന്ദേശപ്രമേയം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരെ ധാർമ്മിക ഉത്തരവാദിത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് അയച്ചുവെങ്കിലും ബില്ലിലെ കിരാതമായ വ്യവസ്ഥകൾ ഇല്ലാതാക്കാൻ സർക്കാരുമായി ചർച്ച തുടരുമെന്ന് CBCI വ്യക്തമാക്കി. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണം എന്നായിരുന്നു സഭയുടെയും മറ്റ് NGOകളുടെയും ആവശ്യം. ഭാഗികമായി തങ്ങളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചുവെങ്കിലും സർക്കാരുമായി തുടർന്നും സംവാദം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ഡോക്ടർ മാത്യു കോയിക്കൽ അറിയിച്ചു. അറിവില്ലായ്മയിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം പകരുന്നതുമാണ് ബൈബിൾ സന്ദേശമെന്ന് കേരള മുഖ്യമന്ത്രി VD സതീശൻ. നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മാറ്റത്തിന്റെ കാറ്റുവീശുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരാണ് ക്രൈസ്തവ മിഷണറിമാർ. ജാതി സമ്പ്രദായവും നാട്ടിലെ അടിമ സമ്പ്രദായവും അവസാനിപ്പിക്കുന്നതിൽ മിഷണറിമാരുടെ പ്രവർത്തനം വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം രൂപതയുടെ 700ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.